നമസ്കാരം. ഈവനിങ് വീഡിയോയിലേക്കുള്ള ടോപ്പിക്കുകൾ നോക്കിയ സമയത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രസകരമായിട്ടുള്ള എന്തെങ്കിലും ഡിസ്കഷനിലേക്ക് പോകാമെന്ന് ആലോചിച്ചു. അങ്ങനെ ആലോചിച്ച സമയത്താണ് ഒത്തിരിയധികം ആളുകൾ അയച്ചു തന്ന ഒരു റീൽ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് റീൽ റിയാക്ഷൻ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ആളുകൾ അയച്ചതെന്നാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ നോക്കിയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഡിസ്കഷൻസ് നടക്കുന്നു. ഒത്തിരിയധികം ആളുകൾ അവരുടേതായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് വെച്ചിട്ട് റീഷെയർ ചെയ്തിരിക്കുന്നു. എനിക്ക് അവസാനമായിട്ട് കിട്ടിയ ആ ഒരു റീലിനകത്ത് ചില കമൻറ്റുകൾ സ്ക്രീൻഷോട്ട് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ നോക്കിയ സമയത്ത് ഇത്ര ഭീകരമായിട്ടുള്ള രീതിയിലേക്കൊക്കെ ഈ ഒരു സമൂഹത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ആലോചിച്ച് പോയി. അതിങ്ങനെയാണ്: അവതാരികയെ ചട്ടിയിലിട്ട് വറുത്തെടുത്തു, അവളുടെ ഉദ്ദേശം പാളിപ്പോയി. കിട്ടേണ്ടതൊക്കെ കിട്ടിയോ ഫെമിനിസ്റ്റ് മോളെ? ഇല്ല, ചോദിച്ചു വാങ്ങി. അവളെ കൊന്നോടാ മോനെ നീ. ഈ ഒരു കമൻറ്റൊക്കെ കേട്ട സമയത്ത് ഞാൻ വിചാരിച്ചു എന്തോ പൊട്ട ചോദ്യം ചോദിച്ച് എന്തോ ബ്രില്യൻ്റ് ആൻസർ കൊടുത്തത് കൊണ്ടുള്ള ആഘോഷ പ്രകടനമാണെന്നോ. അത് ചോദ്യത്തിന് വലിയ നിലവാരമൊന്നുമില്ല. ഈ ഒരു സമൂഹത്തിൽ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനാവശ്യ ഡിസ്കഷനകത്ത് പെട്ട ഒരു സംഗതിയാണ് പർവ്വതീകരിക്കുക. വിവാഹം എന്ന് പറയുന്ന ഒരു സംഗതി ഇങ്ങനെ പർവ്വതീകരിച്ച് കാലങ്ങളായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. അതിനൊരൊറ്റ റീസണേ ഉള്ളൂ. ഇതുപോലുള്ള ഡിസ്കഷൻ ചൂടപ്പം പോലെ ഇങ്ങനെ വിറ്റ് പോകുന്നതും ആളുകൾ വീണ്ടും വീണ്ടും റീഷെയർ ചെയ്യുന്നതിന് ഒരൊറ്റ റീസണേ ഉള്ളൂ: വിവാഹം, പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യത്തോട് ഇത്രമാത്രം പേടിയുള്ള ഒരു കൂട്ടം ആളുകളാണ് നമ്മൾ. ഭയങ്കരമായിട്ട് പർവ്വതീകരിച്ച് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് വിവാഹം എന്ന് പറയുന്നത്. അതങ്ങനെയാണ്. കാരണം അത് കുറേയധികം ആളുകൾ ഇങ്ങനെ കൈയടക്കി വെച്ചിരിക്കുകയാണ്. എല്ലാ ആളുകളെയും പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. കൊച്ചു പടലകളെല്ലാം കൂടെ പറയും, മോനെ പ്രേമം ദുഃഖമാണ് മോനെ, എല്ലാ പെണ്ണുങ്ങളും തേക്കും. അതേപോലെ തന്നെ പെൺകുട്ടികളൊക്കെ പറയും, ആണുങ്ങളെ ഒന്നും വിശ്വസിക്കാൻ പാടില്ല മക്കളെ, പ്രണയിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കുറേ നിരാശ കുഞ്ചികൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. അത് ഒരു കൂട്ടം. വേറെ ഒരു കൂട്ടം, ഇനിയിപ്പോൾ വേറെ കുറച്ച് ടീമുകളുണ്ട്. എനിക്ക് ഇതുങ്ങളെയും തീരെ പറ്റില്ല. വിവാഹം അടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ സമയത്ത് അഭിമാനത്തോടെ കളിയാക്കിക്കൊണ്ട് രസമാണ് എന്ന് വിചാരിച്ചിട്ട് ക്ലീശയെ കാലഹരണപ്പെട്ട കോമഡി അടിക്കുന്ന ടീമുകളുണ്ട്. വിവാഹം ലോക്കാണ്, നീ നാളെ ലോക്കാവാൻ പോവാണല്ലേ, എന്തോ ലോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് റൊമാൻറ്റിസൈസ് ചെയ്യുന്ന പൈങ്കിളി ടീമുകളും ലോക്ക് എന്ന് പറഞ്ഞ് നെടുവീർപ്പ് അഭിനയിക്കുന്ന കുറേയധികം ആളുകളും. ഇനി ആ ഒരു റീലിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് ഈ അടിമത്തം കൊണ്ട് ഉദ്ദേശിച്ചത്? ഇപ്പൊ ഈ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ആൺകൊച്ചാണെങ്കിൽ പെൺകൊച്ചാണെങ്കിൽ ലോക്കായി പോകും, അല്ലെങ്കിൽ ഭാര്യമാരെ പേടിയാണ്, അല്ലെങ്കിൽ ഭർത്താക്കന്മാരോട് പെർമിഷൻ ചോദിക്കണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ. അതിന് അടിമത്തം എന്നല്ലോ, അതിനെ കമ്മിറ്റ്മെന്റ് എന്നല്ലേ പറയണ്ടേ? എന്നാലും ഇപ്പൊ നമ്മളിപ്പോ ഒരു കല്യാണം, ഇപ്പൊ റിലേഷൻഷിപ്പിൽ നമ്മളിപ്പോ കമ്മിറ്റ്മെന്റ് ആവണമെങ്കിലും ഈ ഒരു പെർമിഷൻ ചോദിക്കുന്ന സംഭവങ്ങളൊക്കെ കുറവാണല്ലോ. ഞാൻ ഒറ്റ വാക്കിൽ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞപ്പോ പരസ്പരം നിങ്ങൾ അച്ഛനോടും അമ്മയോടും പെർമിഷൻ ചോദിക്കുന്നു, അതേപോലെ തന്നെ ഉള്ളൂ. ഒരു കമ്മിറ്റ്മെന്റ് മാത്രമാണ്. അപ്പൊ ഒരു പെർമിഷൻ ചോദിക്കുമ്പോൾ ലോക്കായി പോകുന്നൊന്നും തോന്നുന്നു. അതെങ്ങനെയാണ് നിങ്ങൾ അച്ഛനോടും അമ്മയോടും ഒരു ഇന്ന സ്ഥലത്ത് പോവാണ് അല്ലെങ്കിൽ അവിടെ ഇത് ചെയ്തോട്ടെ എന്ന് ചോദിക്കണത്? അത് അടിമത്താണ്. എന്നാലും ഇപ്പൊ ഇതൊരു കല്യാണം എന്ന് പറയുമ്പോൾ ഒരു ഫാമിലി തന്നെ ഫുള്ളായി മാറുവാണ്. ഫാമിലി അല്ലേ അത്? കല്യാണം കഴിക്കുന്നതിന് ഒരു ഫാമിലിന്റെ ആക്കാനുള്ള ഇന്ത്യൻ ആ ഒരു കൾച്ചർ വെച്ചിട്ട് ഫാമിലി ആണല്ലോ. അപ്പൊ അവരോട് ചോദിക്കുന്നത് നല്ല കാര്യമല്ലേ, പറയുന്നത് നല്ല കാര്യമല്ലേ? കമ്മിറ്റ്മെന്റ് പോലെ കണ്ടാൽ പോലെ, അച്ഛനോടും അമ്മയോടും പറയുന്ന പോലെ വിചാരിച്ചാൽ പോലെ. എന്നാലും ഒരു പെർമിഷൻ നമ്മളിപ്പോ ഒറ്റ ലെവലിൽ നിൽക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് മാത്രമായിട്ടാണ്. ഇപ്പൊ ബ്രദറാണ് സിസ്റ്റർ ആണെങ്കിലും പറഞ്ഞിട്ടല്ലേ പോണേ. അതേപോലെ എന്തുകൊണ്ട് കാണുന്നില്ല വിവാഹത്തെ? അതൊരു അടിമത്തം പോലെ എന്തിനാണ് കാണുന്നത്? അങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ അടിമയല്ല മക്കള്. അങ്ങനെ നിങ്ങളുടെ ലോജിക്ക് വെച്ച് ചോദിക്കുകയാണെങ്കിൽ അല്ല. ഒരു നിലവാരമില്ലാത്ത പക്വതയില്ലാത്തൊരു ചോദ്യവും തീരെ പക്വതയില്ലാത്തൊരു മറുപടിയും. ഈ ഒരു മറുപടിയാണോ മാസമായിട്ട് എല്ലാ ആൾക്കാരും ആഘോഷിക്കുന്നത്? വലിയ സംഗതിയുള്ള മറുപടിയൊന്നുമില്ല. ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഒറ്റ സെൻറ്റൻസിൽ ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്: വിവാഹം അടിമത്തമാണോ? നിങ്ങളൊരു ഉടമയാണ് പങ്കാളിയായിട്ട് സ്വീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വിവാഹ ജീവിതം അടിമത്തമായിരിക്കും. നിങ്ങൾ വിവാഹം കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭക്ഷണം തരാനായിട്ടും നിങ്ങളെ നേർവഴിക്ക് നടത്താനായിട്ടും നിങ്ങളെ ചട്ടം പഠിപ്പിക്കാനായിട്ടും പറ്റുന്ന ഒരു ചെങ്ങായിയാണ് നിങ്ങൾ ജീവിതത്തിലേക്ക് കൂട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിമയും അയാൾ ഉടമയായിരിക്കും. ഒരു കാലത്തൊക്കെ, നമ്മുടെയൊക്കെ പണ്ടത്തെ കാലത്ത് അങ്ങനെ അടിമ ഉടമ വ്യാപാരമായിരുന്നു വിവാഹം എന്ന് പറയുന്നത്. ആ ഒരു ചിന്തയിൽ നിന്നിട്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നത്. ഇപ്പോൾ ഒരു ചെറിയ മൈനോറിറ്റി മാത്രമേ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. പണ്ട് അറബി വരുന്നു, കാശുള്ള അറബി വരുന്നു, വെറും മനുഷ്യത്വം കൊണ്ട് നാട്ടിൽ 3-4 പെൺപിള്ളേരൊക്കെ ഉള്ള ഏതെങ്കിലും കാക്കയുടെ ഒരു മോളെ വിവാഹം കഴിച്ച് ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നു. കാക്ക കൃത്യാർത്ഥനായിട്ട് നന്ദി പറയുന്നു. നമ്പൂരീഷൻ വരുന്നു, പല സ്ഥലങ്ങളിൽ കൂടെ കറങ്ങി നടക്കുന്നു. ഒരു കുടുംബത്തിൽ കൂടുതൽ പെൺകുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പൂരീഷൻ അതിൽ നിന്ന് ഒരാളെ വിവാഹം കഴിക്കുന്നു. അതിപ്പോൾ വലിയ പ്രായമൊന്നും വേണമെന്നില്ല. നമ്പൂരീഷൻ്റെ മനുഷ്യത്വം അനുസരിച്ചിട്ട് വലിയ പ്രായമില്ലാത്ത പെൺകുട്ടികളെയും അദ്ദേഹം ജീവിതം കൊടുത്ത് ധന്യമാക്കാറുണ്ട് അവരുടെ ജീവിതം. അതാണ് ഈ അടിമ ഉടമ പരിപാടി എന്ന് പറയുന്നത്. അതിങ്ങനെ കുറച്ച് കാലമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ബോധം വെച്ച് ആൾക്കാരുടെ ജീവിത നിലവാരമൊക്കെ കൂടി കുറച്ചും കൂടെ അന്തസ്സായിട്ട് നമ്മൾ വിധേയന്മാരല്ലാത്ത ഒരു കാലത്തേക്ക് വന്ന സമയത്ത് നമ്മളുടെ മുകളിൽ നാട് വഴിയോ ജന്മിയോ രാജാവോ ഒന്നുമില്ലാത്ത ജനാധിപത്യ സംവിധാനത്തിലേക്ക് വന്ന സമയത്ത് നമ്മളിങ്ങനെ അടിമ ഉടമ പരിപാടി കുറച്ചൊന്ന് കുറച്ചു. എന്നാലും നമ്മളുടെ ഉള്ളിലുള്ള ഒരു പുരുഷ മേധാവിത്വം വെച്ചിട്ട്, ആ ഒരു ചിന്ത വെച്ചിട്ട് തൻ്റെ മകൾക്ക്, തൻ്റെ അടിമയായിരുന്ന തൻ്റെ മകൾക്ക്, മക്കളിലെ മകൾക്ക് ഒരു ഉടമയെ വേണം. ഇനി അവളെ ചട്ടം പഠിപ്പിക്കാനായിട്ടും അവളെ നിയന്ത്രിക്കാനായിട്ടും ഒരു ഉടമ വേണം. അങ്ങനെയുള്ള ഒരു ഉടമയെ തപ്പുന്ന ഒരു പരിപാടിയിലേക്ക് വിവാഹം മാറി. അങ്ങനെ ഒരു ഉടമയെ തപ്പി ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു ചേട്ടൻ എന്ന് പറയുന്ന ഒരാൾക്ക് മകളെ
പിന്നീട് തൻ്റെ അച്ഛനെ അനുസരിച്ചതുപോലെ അച്ഛനോട് എങ്ങനെയാണോ ബിഹേവ് ചെയ്തതുപോലെ അയാൾ ആ ഒരു പെൺകുട്ടി ആ ഒരു ജീവിതത്തിലേക്ക് കിടക്കുന്നു. അവിടെയും ചെറിയ രീതിയിൽ അടിമ ഉടമ ബന്ധമൊക്കെ ആയിരുന്നു. ഇത് ഇപ്പോഴും അനുവർത്തിച്ച് പോകുന്ന ഒരു മൈനോറിറ്റി ഉണ്ട്. ഈ ഒരു മൈനോറിറ്റി ഇത് അനുവർത്തിച്ച് പോകുന്നത് എന്തുകൊണ്ടാണ്? ആ ഒരു പെൺകുട്ടി ഒരു വ്യക്തിയല്ല, അതൊരു പെണ്ണ് മാത്രമാണ്. അത് ആ ഒരു ഭർത്താവിൻ്റെ താഴെ നിൽക്കുന്ന ആണിൻ്റെ താഴെ നിൽക്കുന്ന ഒരു സംഭവമാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു അടിമ ഉടമ പരിപാടി നടക്കും. ഈ രീതിയിൽ നിങ്ങളെ സംരക്ഷിക്കാനായിട്ട്, നിങ്ങളെ ചട്ടം പഠിപ്പിക്കാനായിട്ട് നിങ്ങളുടെ അച്ഛനെ പോലെ കരുതുന്ന ഒരാളെ വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വിവാഹം അടിമത്തത്തിലേക്ക് പോകും. പെർമിഷൻ ചോദിക്കുന്നത് കമ്മിറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട സംഗതിയാണോ? അല്ല. പെർമിഷൻ ചോദിക്കുന്ന ഒരു സംഗതി തന്നെ ഇല്ല. നമ്മൾ പാർട്ണർഷിപ്പ് എന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ മാത്രമാണ് അടിമ ഉടമ ഭാര്യ ഭർത്താവ് എന്നൊക്കെ ഉള്ള സംഭവങ്ങൾ യൂസ് ചെയ്യുന്നത്. പാർട്ണർഷിപ്പിനകത്താണ്. പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പം ഒരേ തരത്തിലുള്ള ആൾക്കാരാണ് പാർട്ട്നേഴ്സ് ആവുന്നത്. നിങ്ങളെപ്പോലെ അല്ലാത്ത ഒരാളെ പാർട്ണറാക്കി കഴിഞ്ഞാൽ പഴയ അടിമ ഉടമ ബന്ധം വരും. അപ്പോൾ പാർട്ണർഷിപ്പിൽ പെർമിഷൻ ചോദിക്കേണ്ട സംഗതിയില്ല. കാരണം നമ്മൾ ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ്. അഭിപ്രായം ചോദിക്കുക എന്ന് പറയുന്ന പരിപാടിയാണ്. നിങ്ങൾ പുറത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്ന സമയത്ത് പെർമിഷൻ ചോദിക്കേണ്ട സംഗതിയുണ്ടോ? നിങ്ങൾ അഭിപ്രായം ചോദിക്കും. കാരണം വൈകിട്ട് നിങ്ങളുടെ പാർട്ണർ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ട്, അത് നമ്മളുടെ ആ ഒരു പാർട്ണർഷിപ്പിന് ഗുണകരമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണെന്നുണ്ടെങ്കിൽ അതിനെ ബാധിക്കൂ എന്നുള്ളത് അറിയാൻ വേണ്ടി നമ്മളൊരു അഭിപ്രായം ചോദിക്കും. ഞാൻ ഇന്ന് വൈകിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ പോയാലോ, വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? അതൊരു പെർമിഷൻ ചോദിക്കലല്ല. അതേപോലെ തന്നെ ഭാര്യ പറയുകയാണ്, ഞാൻ ഇന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ വൈകിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പുറത്തുനിന്ന് കഴിക്കണം, നമുക്ക് വൈകിട്ട് കുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇതൊരു അഭിപ്രായം പറച്ചിലാണ്. ഇപ്പോഴത്തെ കാലത്ത് ഒരു പരിധിവരെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ വിവാഹം എന്ന് പറയുന്നത് വലിയൊരു സ്വാതന്ത്ര്യമായിട്ട് തന്നെ ആഘോഷിക്കുന്നുണ്ട്. ഒരിക്കലും നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത് പോലെ ഭർത്താവിനെ ബഹുമാനിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധി അമ്മാതിരി ഊളത്തരം നിങ്ങളുടെ ഭാര്യ എന്നല്ല ഒരാളോടും പറയരുത്. കാരണം നമ്മളുടെയൊക്കെ പേരൻറ്റിങ് എന്ന് പറയുന്നത് ഭയങ്കര ദുരന്തകരമായിട്ടുള്ള പേരൻറ്റിങ് ആയിരുന്നു. നമ്മുടെ നാട്ടിലെ ഉള്ള ആളുകൾക്ക് പേരൻറ്റിങ് എന്ന് പറയുന്നത് അടിമ ഉടമ ബന്ധമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ മോഹൻദാസിൻ്റെ തേക്കും പോത്തും എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടി ജി മോഹൻദാസ് വലതുപക്ഷ ബുദ്ധിജീവിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് 18 വയസ്സ് കഴിയുമ്പോഴത്തേന് സുപ്രീം കോടതി പറയുകയാണ്, എൻ്റെ മകളുടെയോ മകൻ്റെയോ മേൽ എനിക്ക് അധികാരമില്ല. 18 വർഷം ഞാൻ വളർത്തിയ തേക്ക് എൻ്റെ പോത്ത്, അത് മോഹൻദാസിൻ്റെ തേക്കാണ്, മോഹൻദാസിൻ്റെ പോത്താണ് എന്ന് ആളുകൾ പറയും. എനിക്ക് അധികാരമില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണ്. അടിമ ഉടമ രീതിയിൽ പോത്തിനെ പോലെയും തേക്കിനെയും പോലെയും മക്കളെ കാണുന്ന ഒരു രീതിയിലാണ് നമ്മൾ പെർമിഷൻ ചോദിക്കേണ്ടി വരുന്നത്. എന്നാൽ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒരേ ചിന്താഗതിയുള്ള, ഒരേ ക്വാളിഫിക്കേഷനുള്ള, ഒരേ രീതിയിലുള്ള ആളുകൾ എന്നുള്ളതാണ് നമ്മൾ കോമൺലി പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും പരാതമായിട്ട് പോകാനായിട്ടുള്ള അപലകളുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു മൈനോറിറ്റിയാണ്. ആ ഒരു കൊച്ചു ആ ഒരു ഭാഗത്ത് നിന്നായിരിക്കും ചോദിച്ചത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവത്തിൽ ഒരേപോലെ നിൽക്കുന്ന രണ്ടാളുകൾക്കിടയിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഒരാൾ മറ്റൊരാളോട് പെർമിഷൻ ചോദിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തൊരു ദുരന്തകരമായിട്ടുള്ളൊരവസ്ഥയാണ്. ഇതിങ്ങനെ ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന സംഗതിയാണ്. നിങ്ങൾ ഇതുപോലെയുള്ള ഡിസ്കഷൻസ് കണ്ട് ഇതിനകത്തെ മറുപടി കേട്ട് ഇതിനകത്ത് ചോദ്യം കേട്ട് ഭയചിത്തരാവുകയോ കൈയടിക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ഒരു പാർട്ണറെ കണ്ടെത്താത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ മക്കളെ, ഇതൊന്നും അല്ല ലൈഫ് എന്ന് പറയുന്നത്. പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് വേറൊരു സംഭവമാണ്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊന്നും അല്ല ഒരു മജോറിറ്റി ആളുകൾ ജീവിക്കുന്നത്. നിങ്ങളുടെ പേരൻസ് ജീവിക്കുന്നത് പോലെയും അല്ലെങ്കിൽ ബാക്കി ഈ പറയുന്ന നമ്മൾ ഏതെങ്കിലും ദുരന്തകരമായിട്ടുള്ള വാർത്തകൾ, സ്ത്രീധന പീഡനങ്ങൾ, അങ്ങനെയുള്ള റെയർ കേസുകൾ കേൾക്കുന്നത് പോലെയല്ല ഇന്നത്തെ കാലത്ത് എങ്ങായിട്ടുള്ള ആളുകൾ ജീവിക്കുന്നത്. നമ്മുടെ നാട്ടിൽ മാത്രമാണ് വിവാഹത്തെക്കുറിച്ചിട്ട് ഭീകരമായിട്ടുള്ള ഡിസ്കഷൻസ് ഇത്ര കാര്യമായിട്ട് കൊണ്ടുപിടിച്ച് നടക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? എല്ലാവർക്കും പേടിയാണ്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ സമീപിക്കാനായിട്ട് ഭയങ്കര പേടിയാണ്. അത്ര കോംപ്ലിക്കേറ്റഡ് ആക്കി വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് വിവാഹം, അതേപോലെ തന്നെ പാർട്ണർഷിപ്പ് എന്നീ കാര്യങ്ങളൊക്കെ. മനുഷ്യന് പ്രണയിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല, ബ്രേക്കപ്പ് ചെയ്യാനായിട്ടുള്ള സാഹചര്യമില്ല, രണ്ടാമതൊന്ന് പ്രണയിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല. എല്ലാം ഇങ്ങനെ ഭയങ്കര നാരോ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഗതികളാണ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. നിനക്ക് വേണ്ട ആളെ ഞങ്ങൾ കണ്ടുപിടിച്ച് തരും, നിനക്ക് പക്വതയില്ല എന്ന് മകളോടും മകനോടും പറയുന്ന ഒരു കൂട്ടം ആളുകൾ. അപ്പോൾ മകനും മകൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അയ്യോ ഭയങ്കര എന്തോ സംഭവമാണ് വിവാഹം കഴിക്കുക എന്ന് പറയുന്നത്. ബേസിക്കലി രണ്ടാളുകൾ സ്നേഹിച്ചിട്ട് പാർട്ണർഷിപ്പ് ക്വാളിറ്റികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്നുണ്ടെങ്കിൽ എടുക്കുന്ന ഒരു ഡിസിഷനാണ് വിവാഹം എന്ന് പറയുന്നത്. അതൊരു ലീഗൽ ബോണ്ടിങ് മാത്രമാണ്. ഇനിയിപ്പോൾ ലീഗലായിട്ടുള്ള ഈ ഒരു ബോണ്ടിങ് ഇല്ലാതെ രണ്ടാളുകൾക്ക് ജീവിക്കാൻ പറ്റുമോ? നോ, അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. അത് വലിയ കോംപ്ലിക്കേഷൻ, സദാചാര വിരുദ്ധം. അതേപോലെ തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം കഴിക്കാൻ പറ്റുമോ? നോ, ദൈവത്തിൻ്റെ സാന്നിധ്യം വേണം. എപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിരിയുക എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും ഭയങ്കരമായിട്ട് ദൈവീകമായിട്ട് പേടിയോടെ താഴെ വീഴുന്ന പളുങ്ക് പാത്രത്തോടൊക്കെ ഉപമിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള എന്തോ വലിയ സ്ട്രെസ്സ് നൽകിയിട്ടാണ് വിവാഹത്തെ അല്ലെങ്കിൽ പാർട്ണർഷിപ്പിനെ നമ്മുടെ നാട്ടിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അവതരണത്തിൽ നിന്നിട്ടാണ് ഇതുപോലുള്ള ചോദ്യങ്ങൾ വരുന്നത്. ആ ഒരു അവതരണത്തിൽ നിന്നിട്ട് ഇങ്ങനെ പ്രേരണ ഉൾക്കൊണ്ടിട്ടാണ് മകന് വേണ്ടി മകൾക്ക് വേണ്ടി കാശ് കൊടുത്തിട്ട് മിടുക്കൻ എന്ന് തോന്നുന്ന ഒരാളെ ടൈറ്റ് കോമ്പറ്റീഷനുള്ള ഒരു ഫീൽഡിൽ നിന്നിട്ട്
വാങ്ങാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ കാശ് കൊടുക്കുന്ന സമയത്ത് ആ ഒരു മാർക്കറ്റിനകത്ത് പെട്ടുപോകുന്ന മരണപ്പെടുന്ന കുറേയധികം ആത്മാക്കളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കി വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. പെർമിഷൻ ചോദിക്കുന്നത് കമ്മിറ്റ്മെൻറ്റ് കൊണ്ടാണോ? നിങ്ങളിൽ വിവാഹം കഴിച്ചിട്ടുള്ള യുവതലമുറയിൽപ്പെട്ട ആളുകൾ അതിന് മറുപടി കൊടുക്കുക. ആരാണ് ഇപ്പോൾ ഈ പെർമിഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയോടെ ഭർത്താവിനോട് ഞാൻ അത് ചെയ്തോട്ടെ ഇത് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഭാര്യയോട് ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ ഫ്രണ്ട്സിനോട് പൊക്കോട്ടെ എന്നൊക്കെ കെഞ്ചി പെർമിഷൻ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത്? അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഈ ഒരു തലമുറയിൽ അധികമില്ല. ഇത് മറ്റേ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള പഴഞ്ച ചിന്താഗതിയിൽ വിവാഹം കഴിച്ചിട്ടുള്ള ആളുകൾക്കിടയിൽ നടക്കുന്ന ഒരു ഡിസ്കഷനാണ്. അതിനെ പർവ്വതീകരിച്ച് ഈ ഒരു കാലത്തേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. വേറൊരു സംഭവമാണ്, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊന്നും അല്ല ഒരു മജോറിറ്റി ആളുകൾ ജീവിക്കുന്നത്. നിങ്ങളുടെ പേരൻസ് ജീവിക്കുന്നത് പോലെയും അല്ലെങ്കിൽ ബാക്കി ഈ പറയുന്ന നമ്മൾ ഏതെങ്കിലും ദുരന്തകരമായിട്ടുള്ള വാർത്തകൾ, സ്ത്രീധന പീഡനങ്ങൾ, അങ്ങനെയുള്ള റെയർ കേസുകൾ കേൾക്കുന്നത് പോലെയല്ല ഇന്നത്തെ കാലത്ത് എങ്ങായിട്ടുള്ള ആളുകൾ ജീവിക്കുന്നത്. ഈ പറയുന്ന പെർമിഷൻ ചോദിക്കലും അടിമ ഉടമ പരിപാടി ഒന്നുമില്ല. വളരെ രസകരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടി ഒളിഞ്ഞ് രണ്ടുപേരുടെ ശമ്പളമൊക്കെ എടുത്ത് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലവാക്കി പുറത്തുനിന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് ഇത്തിരിയൊക്കെ ദുർച്ചെലവ് എന്നൊക്കെ ആളുകൾ ആരോപിക്കുന്ന സംഗതികളൊക്കെ ചെയ്ത് അതിൻ്റെ ബില്ലാവുന്ന സമയത്ത് ടെൻഷൻ അടിച്ച് രണ്ടുപേരും ജോലിക്ക് പോയി അതൊക്കെ മാനേജ് ചെയ്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വേണമെന്നൊക്കെ ആഗ്രഹിച്ച് ഇങ്ങനെ നൈസായിട്ട് ഉന്തിത്തള്ളിപ്പോയി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കുട്ടി എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് വരികയും അവിടെ കുറച്ചും കൂടെ മെച്യൂറായിട്ട് കാര്യങ്ങളെ സമീപിക്കുകയും രണ്ടുപേരും കൂടെ കുട്ടിയെ നല്ല രീതിയിൽ നോക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ബഹുഭൂരിപക്ഷം ജീവിക്കുന്ന 2024 എത്തി നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ പറയുന്ന ഓവർ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻസിലേക്ക് പോകുന്നത്. അച്ഛൻ അമ്മ, അമ്മായി അച്ഛൻ, അമ്മായിയമ്മ, ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആളുകൾ ഇന്നത്തെ കാലത്ത് കുറവാണ്. എല്ലാവരും വളരെ രസകരമായിട്ട് ഏതെങ്കിലുമൊക്കെ സ്ഥലത്തേക്ക് മാറി അവരുടേതായിട്ടുള്ള ലോകത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. വിദേശത്തോട്ടൊക്കെ അങ്ങനെയാണ് ആളുകൾ ഇഷ്ടം പോലെ പോകുന്നത്. ആ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം വിദേശത്തൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഈ ഒരു പെർമിഷൻ ചോദിക്കലും പരിപാടിയൊന്നുമില്ല. കാരണം നമ്മളുടെ ലൈഫ് കരിയറൊക്കെ അനുസരിച്ചിട്ട് ആണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് രണ്ട് വ്യക്തികളായിട്ട് തന്നെ മാനേജ് ചെയ്യേണ്ടി വരും. നീ ഇന്ന് ജോലിക്ക് പോകണ്ട, ബോസ് വിളിച്ചാൽ അങ്ങനെ പോകാൻ പറ്റുമോ, അങ്ങനെ പോകണ്ട എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തില്ല. ഇതൊക്കെ കാലഹരണപ്പെട്ട ഡിസ്കഷൻസാണ്. ഇങ്ങനെയുള്ള ഡിസ്കഷൻസ് ഫോളോ അപ്പ് ചെയ്ത് അതിൻ്റെ താഴെ കമൻറ്റൊക്കെ അടിച്ചിട്ട് അത് സ്ക്രീൻഷോട്ട് വെച്ച് ആരാധിക്കുന്ന ആ ഒരു പിള്ളേരെ കാണുന്ന സമയത്ത് അവരൊക്കെ എന്തുമാത്രം ഇൻസെക്യൂറാണ്, എന്തുമാത്രം പേടിയോടെയാണ് ആ ഒരു കാര്യങ്ങളെ സമീപിക്കുന്നത്. അങ്ങനെ സമീപിക്കേണ്ട ഒരാവശ്യമില്ല. ഇത് വളരെ സിമ്പിളാണ്. ഒത്തുപോകും. ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ബുദ്ധിമുട്ടില്ലാതെ അത് പിരിയുക. വേറെ ഒരു പ്രണയമോ വേറൊരു വിവാഹം കഴിക്കാനായിട്ടോ മറ്റൊരു വ്യക്തിയല്ലേ ഒരു പ്രണയമോ ഒരു വിവാഹമോ എക്സ്ട്രാ നിങ്ങളുടെ ലൈഫിൽ വന്നാലും ഒരാളെയും കൂടെ പരിചയപ്പെടാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയെന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ മര്യാദയ്ക്ക് അങ്ങോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. എന്ത് കോംപ്ലിക്കേറ്റഡ് ആണ് ഈ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടാണ് എല്ലാ ആൾക്കാരും ഡിസ്കസ് ചെയ്യുന്നത്. നന്ദി.